എടാ കേട്ടു എന്തോ ആരോ ഉണ്ണിയാശാന്റെ ശിഷ്യൻ മാധു തെങ്ങ് കുളിക്കുന്ന കണ്ടോടാ. എടാ മാധു, കണ്ണപ്പുണ്ണിയാശാന്റെ ശിഷ്യൻ കേശു തെങ്ങ് കുലുക്കി വെള്ളക്കകത്ത കണ്ടോടാ. കാണിച്ചിരാ നോക്കിയോ. പല്ലെ കടിച്ച് കല്ല് കളയാനടാ. അല്ല കല്ലെ കടിച്ച് പല്ല് കളയാനടാ. പണ്ടാരോ വിളിച്ചവർ കത്ത് കിട്ടുമ്പോ തെങ്ങ് കുലുങ്ങി കരിക്ക് വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണാലെ കണ്ടു. കേശുവാശാനെ എന്തോ അന്നാണ് വന്ന് ചൊല്ലിത്തരണമാടാ. നീ എന്റെ കാര്യത്തോട് നമസ്കരിക്കേ. ശിഷ്യ, നിനക്ക് ഞാൻ നാളികേരാംഗം സകലവിധ ആശീർവാദങ്ങളോടുകൂടി ചൊല്ലിത്തരുവാൻ പോകുകയാണ്. ശ്രദ്ധാപൂർവം നീ ശ്രദ്ധിച്ചോളണം. കേശുവാശാനെ എന്തോ അതാണോ 18ാമത്തെ അടവ്? അല്ലശ്യ, ഇത് 19ാമത്തെ അടവാണ്. കേശുവാശാനെ എന്തോ ഈ ശിഷ്യൻ ഗുരുവിന് 20ാമത്തെ അടവ് ചൊല്ലിത്തരാൻ പോവാണ്. ഇതാണ് 20ാമത്തെ അടവ്. അച്ഛാ, ആറ്റുമണം മേന്ന് എന്നെ കൊണ്ടുപോകാൻ ഒരാള് വന്നിരിക്കുന്നു. ഞാനാണ് കുഞ്ഞിരാമൻ. വരി ഇരിക്കും മോനെ, ഇരിക്കും. ആ, ഈ ഇരിക്കുന്നത് ആരെന്നറിയാമോ? അറിയാവേ, അടിയനെ അറിയോ? അറിയും. ആരോമൻ അളിയന്റെ കണ്ണും കരളുമായിരുന്നു. ആറ്റുമണമേൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആരോമുണ്ണി എവിടെ? അവനും കണ്ണപ്പുണ്ണിയും കളരിയിൽ തൊഴാൻ പോയിരിക്കുന്നു. കളരി ദൈവങ്ങളെ, അംഗക്കരുനാഗങ്ങളെ, നേരം മാവ, ഇന്നോളം ഈ കളരി തൊഴുതു പോയിട്ട് എല്ലാ കാര്യങ്ങളും നേടിയിരിക്കുന്നു. ഇന്നും തൊഴുതിട്ട് പോകുകയാണ് കോലശ്രീ നാട്ടിലേക്ക്. മനസ്സിലൊരു മോഹം കയറിയിരിക്കുന്നു. ഈ ആരോമുണ്ണിയെ അനുഗ്രഹിക്കണം അമ്മാവ. കണ്ണപ്പുണ്ണി ആരോമുണ്ണിക്ക് തുണ പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം അച്ഛ. ഒന്നും മറന്നുപോയി. ഒരു വിളംബരം കേട്ട് ഇരുവർക്കും ഒരു പുതിയ കമ്പം കയറിയിരിക്കുന്നു. എന്താ? കോലശ്രീ നാട്ടിൽ ഒരു മേളാങ്കം നടക്കുന്നു പോലും. ഓഹോ, പയറ്റിത്തെളിഞ്ഞ പോരാളികൾക്ക് മെയ്യാവതോളം പൊരുകാം. പിന്നെ കോലശ്രീ രാജാവിന്റെ കൊലകൊമ്പൻ ആനപ്പുറത്ത് കയറി കോവിലിന് 3 വലത്തിടുന്നവന് പൊന്നമ്പല ദേശവും രാജാവിന്റെ പൊന്നോമന മകൾ കുഞ്ഞിക്കന്യയും കല്യാണം ചെയ്ത് കൊടുക്കും. ഓഹോ, അങ്ങനെ കുട്ടികൾ എന്തിനു പോണു? ഞാൻ പോകാമായിരുന്നല്ലോ. പോയി രാജപുത്രിയെ കൊണ്ടുവന്ന് കുടവ് കൊടുത്ത് ആറ്റുമ്പണമേൽ കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം, അന്ന് നാദപുരത്ത് അങ്ങാടിയിൽ കാണിച്ച പോക്കണക്കേട് ഉണ്ടാകരുത്. അതൊക്കെ പഴയ കഥകളല്ലേ, നീ വെറുതെ കുഞ്ഞിരാണെന്ന് ദേഷ്യം പിടിപ്പിക്കാതെ. അതാ കുട്ടികൾ വരുന്നുണ്ടല്ലോ. ആറ്റുമ്പണമേ അച്ഛൻ വന്നിരിക്കണം. നമസ്കരിക്കും. അച്ഛൻ എപ്പോ വന്നു? കുറച്ചു നേരമായടാ മോനെ. ഇത് ആരാ അപ്പച്ചി? ആരുമായിക്കൊള്ളട്ടെ, നമസ്കാരം ചെയ്യും. മൂടിയിട്ട് നടക്കുന്ന ഒരു പാണനാണോ തമ്പ്രാക്കള്? അല്ല മക്കളെ, ഈ കുടിയിൽ പിറന്നവരെ പറ്റി പാടി പാടി പാണൻ പഴംതുണിയായി. നമ്മൾ ഈ നാട്ടിലെ പൗരവുമായി. എടാ മോനെ, വേഗം ഒരുങ്ങിക്കൊള്ളു. നിന്നെയും അമ്മയെയും ആറ്റുമ്പണമ്മയിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളല്ലേ, പോരെന്ന് കേൾക്കുമ്പോൾ കലിയിളകുന്ന പ്രായമാണ്. കോലശ്രീ നാട് വരെ പോയിട്ട് വരാൻ ഒന്ന് അനുവാദം കൊടുക്കും. അതിന് കണ്ണപ്പുണ്യ പോട്ടെ, രാജകുമാരി ഒന്നല്ലേ ഉള്ളൂ. രണ്ടുപേരും എന്തിനു പോണു? രാജകുമാരിയുടെ വർണ്ണന കേട്ടപ്പോൾ നാവിൽ വെള്ളമൂറിയത് ആരോമുണ്ണിക്ക. ഞാനിവന് കൂട്ടുപോകുകയാണ്. എന്തിനേറെ പറയണേ, തനിച്ചങ്ങ് പോയാൽ എന്താണെന്ന് മാധുവിനും തോന്നണം. കോലശ്രീരാജന്റെ കന്നിപ്പെണ്ണ്, കുന്നിക്കുരു നിറമുള്ള പെണ്ണ്, മയിൽ പോലെ ആടിന രാജപ്പെണ്ണ്, കുയിൽ പോലെ പാടിന രാജപ്പെണ്ണ്. കുഞ്ചിരാമ, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന നിനക്ക് നടന്നില്ലേ ഇക്കുടിയിൽ ഉറക്കം വരാത്തവരാ ഞങ്ങൾ അനുവാദം കൊടുക്കുന്നു.
കൈലാസം നന്നാകാൻ ഇനി പ്രദോഷം നോക്കണോ? ആ പോയി വരും കുട്ടികളെ. അമ്മേ, പോകുന്നത് കൊള്ളാം, പക്ഷെ തൊട്ടും തിന്ന് പട്ടിണിയും കിടക്കരുത്. തോറ്റു മടങ്ങി വന്നാൽ പച്ചോലയിൽ കെട്ടി ഞാൻ വലിപ്പിക്കും. അമ്മ പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ. കോലശ്രീ നാട്ടിൽ ചെന്ന് 13-ാം വയസ്സിൽ ചന്തുവിന്റെ തലയെടുത്തവരാ നിങ്ങൾ. അതിന്റെ മുന്നിൽ കാണും. എന്നാ നിങ്ങളെപ്പോലെ തന്നെ പണ്ടും തന്റേടുള്ള ഒരു മകൻ ചന്തുവിനുണ്ട്, തമ്പിക്കുട്ടി. തന്റെക്കാൾ ചതിയും കൊതിയും ഉണ്ടെന്നാ കേൾക്കണത്. അറിയാം അപ്പൂപ്പ. കണ്ണപ്പുണ്ണി യാത്ര ചോദിക്കും. ഞങ്ങൾ പോയി വരട്ടെ അപ്പൂപ്പ. അമ്മോ, നമ്മുടെ കോരപ്പുഴ കടവിൽ നിന്ന് ഒരു വഞ്ചി പായും കെട്ടി വിട്ടാൽ നാളെ പരപരാ വെളുക്കുമ്പോൾ കോലശ്രീ നാട്ടിലെത്തുകയും അടിയം കൊട്ട് വിട്ടേക്കാതെ. പോയി വരും പാണരെ. ഓ, ദേവി, അവിടുന്ന് സകല സൗഭാഗ്യങ്ങളും തന്ന് എന്നെ അനുഗ്രഹിച്ചു. മനസ്സിനിണങ്ങിയ മാരനെ മാല ചാർത്തുവാൻ കൂടി എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ. മകളെ, അച്ഛാ, മുഹൂർത്തമെടുക്കും. സകല ഐശ്വര്യവാനും ധീരനുമായി ഒരു പുരുഷൻ നിനക്ക് ഭർത്താവായി. ചമയങ്ങൾ അണിയന്റെ വീഴാളിപ്പട്ടും കനകാഭരണവും കുമാരി അണിയിച്ചു. ദേവി, എന്താ ഈ കോട്ടവാതിൽ ആരുടെയാണെന്ന് അറിയാമോ? അറിയും. ആരെ വഹിക്കുന്ന അരിങ്ങോടരുടെ ഈ കോട്ടവാതിൽ കടക്കുമ്പോൾ കുമ്പിട്ട് കിടക്കണം പറഞ്ഞൂടെ? ഹായ്, നോൺ നമ്പൂരേഷൻ അല്ലയോ? അല്ലേ കുട്ടി? ഹായ്, സംശയമില്ല. ഹേയ്, ഏത് നമ്പൂരേഷനായാലും ശരി കുമ്പിട്ട് നടന്നോളണമെന്നാണ് തമ്പിക്കുട്ടി തമ്പുരാന്റെ കൽപ്പന. ഹായ് കുട്ടി, നമ്മെ ശരിക്കറിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇളമന്നൂർ മഠത്തിലെ കൊമ്പൻ. ഏത് കൊമ്പനായാലും ശരി ഈ കോട്ടവാതിൽ കിടക്കുമ്പോൾ കുമ്പിട്ടിട്ട് വേണം പോവാൻ. ഇല്ലെങ്കിൽ താൻ എന്താ തയ്ക്കേ? മുട്ടിക്കണ്ട, പടി മുട്ടിക്കണ്ട.